മൂന്നാറിലിറങ്ങിയ പുലിക്കായി നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. പഴയ മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നടപടി. പുലിയെ കണ്ടെത്താൻ അടുത്ത ദിവസങ്ങളിൽ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. ഒപ്പം മൂന്നാറിലെ കടുവയുടെ സാന്നിധ്യമുള്ള മറ്റ് മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പഴയ മൂന്നാർ KDH ക്ലബിന്റെ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. നാട്ടുകാർ 2 തവണ പുലിയെ നേരിട്ട് കണ്ടു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നാലെ വനം വകുപ്പ് മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. മൂന്നാർ RRT, പെട്ടിമുടി RRT എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു രാത്രികാലത്തും പരിശോധന തുടർന്നു വരുന്നത്. ഇതോടൊപ്പമാണ് പുലിയെ കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുവാൻ വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രികാല പരിശോധനയും ഇതോടൊപ്പം തുടരും. നമ്മൾ ഈ ഓൾഡ് മൂന്നാർ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഉള്ളത്. അപ്പൊ അവിടെ നമ്മൾ പരിശോധനകൾ നടത്തി ഇപ്പം അതിന്റെ പക്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം പുലിയാണ് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പൂർണ്ണമായിട്ടും RRT ടീം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം ക്യാമറ ട്രാപ്പ് ഉടൻ തന്നെ വെക്കാൻ കൂടെ തീരുമാനം. മാട്ടുപ്പെട്ടിക്ക് സമീപം കടുവയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെയും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മേഖലയിൽ 3 കടുവകൾ ഉണ്ടെന്നാണ് നിഗമനം. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ പശുക്കളെ നഷ്ടമായ കർഷകർക്ക് നഷ്ടപരിഹാരമടക്കം നൽകുന്നത് വനം വകുപ്പ് വേഗത്തിലാക്കിയിട്ടുണ്ട്. നാമമാത്രമായ കർഷകർക്ക് മാത്രമാണ് നഷ്ടപരിഹാര തുക ഇനി വിതരണം നടത്താൻ ബാക്കിയുള്ളതെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ.